നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ കിക്ക് ഓഫ് കടയ്ക്കലിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ മിഥുൻ രാജ് നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏവർക്കും ഈ ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ആർദ്രമായ സ്വാഗതം. ചടയമംഗലം CPIM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം CPIM ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 16 ടീമുകളാണ് ഇന്നിവിടെ മത്സരിക്കുന്നത്. ഈ മത്സരത്തിന്റെ തത്സമയം സാക്ഷി TV പ്രേക്ഷകരിൽ എത്തിക്കുന്നു. ഈ ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുന്നത് 16 ടീമുകളാണ്. ആ മത്സരത്തിന്റെ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചടയമംഗലം CPIM ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ചടയമംഗലത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം കടയ്ക്കൽ മിഥുൻ രാജ്, കോമഡി താരം, പ്രസിദ്ധ സീരിയൽ താരമായ മിഥുൻ കിക്ക് ഓഫ് ചെയ്തു. ആദ്യത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം ഭാരത് ക്ലബ് പുണയിലും ഇളമാട FCA തമ്മിലാണ്. ഇരു ടീമുകളും തയ്യാറെടുക്കേണ്ടതാണ്. CPIM ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം ശ്രീ മിഥുൻ രാജ് കടയ്ക്കലാണ്. ആദ്യ മത്സരത്തിൽ ഭാരത് ക്ലബ് പുണയിൽ ഇളമാട് FCA-യുമായി ഏറ്റുമുട്ടുന്നു. ഇരു ടീമുകളും തയ്യാറെടുക്കേണ്ടതാണ്. ഈ ഗ്യാപ്പിലാ ബൈക്ക് മോറുന്നത്, ഈ ഗ്യാപ്പിലാ ബൈക്ക് മോറുന്നത്. അല്ല, നിങ്ങളെ ഫുട്ബോൾ അത് കഴിഞ്ഞു, കളി കഴിഞ്ഞു. ഭാരത് ക്ലബ് പുണയിലും ഇളമാട FC തമ്മിലുള്ള മത്സരം ആരംഭിക്കുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ചടയമംഗലം CPIM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് സാക്ഷി TV പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. പ്രശസ്ത സിനിമാ സീരിയൽ താരം കടയ്ക്കൽ മിഥുൻ രാജ് ആദ്യത്തെ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇരുവശത്തും നിൽക്കുന്ന കാണികൾ സൗകര്യപൂർവമായ രീതിയിൽ മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. മത്സരം ആരംഭിക്കുന്നു. ആദ്യ കിക്ക് ഭാരത് ക്ലബ് പുണയിൽ. ആദ്യ കിക്ക് എടുക്കുന്നത് ഭാരത് ക്ലബ് പുണയിൽ. ആദ്യത്തെ മത്സരം ഗോളായിരിക്കുന്നു. ആദ്യ ഷോട്ട് ഗോളാക്കി മാറ്റിയിരിക്കുന്നു. അടുത്ത കിക്ക് എടുക്കുന്നത് ഇളമാട് FCA.
രണ്ടാമത്തെ കിക്കും പെനാൽറ്റി കിക്കും ഷൂട്ടൌട്ടും ഗോളാക്കി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ കിക്കും ഗോളായിരിക്കുന്നു. 2-1. ഗോളായിരിക്കുന്നു. 2-2. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിയിരിക്കുന്നു. ഒരു മിനിറ്റ്, ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നവർ ബാക്കിലോട്ട് മാറിയിരിക്കണം. 3-2. ഇളമാട് ആർസിയുടെ മൂന്നാമത്തേക്ക് ആദ്യ 3 കിക്കുകൾ ഇപ്പോൾ ഇരു ടീമുകളും 3 ഗോൾ വീതം നേടിയിരിക്കുന്നു. പുറത്തേക്ക് പോയിരിക്കുന്നു. പുറത്തേക്ക് പോയിരിക്കുന്നു. ഇളമാട് എഫ്സിയുടെ 4ാമത്തെ കിക്ക്. 4 കിക്കുകൾ പോസ്റ്റിലേക്ക്. 4-3. മത്സരം പുരോഗമിക്കുന്നു. 4-3. ഗോൾ ഭാരത് എഫ്സിയുടെ 5ാമത്തെ കിക്ക് ഗോളായിരിക്കുന്നു. ഇളമാട് എഫ്സിയുടെ അവസാന കിക്ക് ഗോൾ നേടിയിരിക്കുന്നു. ആദ്യ മത്സരം 4-നെതിരെ 5 ഗോളുകൾക്ക് അടുത്ത മത്സരം ടൊറോഡോ എഫ്സി വേഴ്സസ് ചാലഞ്ചേഴ്സ് എഫ്സി. 2ാമത്തെ മത്സരം ടൊറോഡോ എഫ്സി വേഴ്സസ് ചാലഞ്ചേഴ്സ് എഫ്സി. CPIM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം CPIM പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് സാക്ഷി TV എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരങ്ങൾ 3-4 എന്ന രീതിയിൽ ഇളമാട് FC ആണ് നേടിയിരിക്കുന്നത്. തൊട്ടടുത്ത മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തമ്മിലാണ് മത്സരം. ഇരു ടീമുകളും ഷൂട്ടൌട്ട് നടക്കുന്നിടത്തേക്ക് എത്തിച്ചേരുക. ഡൊറാഡോ എഫ്സിയും ചലഞ്ചേഴ്സ് എഫ്സിയുമാണ് അടുത്ത മത്സരം. ഇരു ടീമുകളും ഈ ഷൂട്ടൌട്ട് പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഈ മത്സരം കഴിഞ്ഞാലുടൻ അടുത്ത ടീമുകൾ തയ്യാറാകേണ്ടതാണ്. വെട്ടുവഴിയും ഇളമാട് എഫ്സി തമ്മിലാണ് 3ാമത്തെ മത്സരം. ആ ടീമുകൾ തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. അടുത്ത മത്സരം ആരംഭിക്കുന്നു. ടൊറോഡോ എഫ്സി വേഴ്സസ് ചലഞ്ചേഴ്സ് എഫ്സി. ചലഞ്ചേഴ്സിന്റെ ആദ്യ കിക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആദ്യ കിക്ക് തന്നെ പോയായിരിക്കുന്നു. ചലഞ്ചേഴ്സ് എഫ്സിയുടെ ആദ്യ കിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. ഡൊറാഡോ എഫ്സിയുടെ ആദ്യ കിക്ക്
അപ്പുറത്ത് പോയ ആള് ഇതുവരെ കിട്ടിയതുമില്ലേ? അടുത്ത മത്സരം ദുർഗ വിട്ടുവഴിയും ഇളമാട് FCB തമ്മിലാണ്. ഇരു ടീമുകളും തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. ഇങ്ങനെ എടുക്കുന്നു, ഞാൻ എടുക്കുന്നോണ്ട് ഇങ്ങനെ കാര്യം ചെയ്താൽ പോലും ഫ്രണ്ടോട്ട് കളയായിരിക്കും. ഡൊറോഡോ FCയും ചലഞ്ചേഴ്സ് FCയും തമ്മിലുള്ള മത്സരമാണ് പുരോഗമിക്കുന്നത്. ഈ മത്സരത്തിന് ശേഷം ദുർഗ വിട്ടുവഴിയും ഇളമാട് FCBയും തമ്മിലുള്ള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം CPM പുത്തൻവിള ബ്രാഞ്ചും CPM വേളമുക്ക് ബ്രാഞ്ചും തമ്മിലുള്ള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. അഞ്ചാമതായി മാടത്തുറ FCയും CPM പൂങ്കോട് ബ്രാഞ്ചും തമ്മിലുള്ള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ ടീമുകളും മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. CPM ചെറിയമ്പലം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിലെ രണ്ടാമത്തെ മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പുരോഗമിക്കുന്നു. ഡൊറാഡോ FCയും ചലഞ്ചേഴ്സ് FCയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ചലഞ്ചേഴ്സ് FCയുടെ ആദ്യ കിക്ക് ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക് പോയിരിക്കുന്നു. ഡൊറാഡോ FC അടുത്ത കിക്കിനായി തയ്യാറെടുക്കുന്നു. ടീമുകൾ കിക്ക് പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഡൊറാഡോ FCക്ക് വേണ്ടി മഹാദേവൻ ആദ്യ കിക്ക് എടുക്കുന്നു. ഡൊറാഡോ FCക്ക് വേണ്ടി മഹാദേവൻ ആദ്യ കിക്ക് എടുക്കുന്നു. ഡൊറാഡോ FCയുടെ ആദ്യ കിക്ക് മഹാദേവൻ. ഗോൾ നേടിയിരിക്കുന്നു. മഹാദേവന്റെ ആദ്യ കിക്ക് ഗോൾ പോസ്റ്റിലേക്ക് 0. ചലഞ്ചേഴ്സിന്റെ രണ്ടാമത്തെ കിക്ക് ചലഞ്ചേഴ്സ് FCയുടെ രണ്ടാമത്തെ കിക്ക് എടുക്കുന്നു. ചലഞ്ചേഴ്സ് FCയുടെ ആദ്യ രണ്ട് ഗോൾ ശ്രമങ്ങൾ വിഫലമായിരിക്കുന്നു. ഡൊറാഡോ FCക്ക് വേണ്ടി ഡൊറാഡോ FCക്ക് വേണ്ടി സിനാൻ ഗോൾ നേടിയിരിക്കുകയാണ്. 2-0 മത്സരം പുരോഗമിക്കുന്നു. 2-0 ചലഞ്ചേഴ്സ് FCയുടെ മൂന്നാമത്തെ കിക്ക് ഗോൾ നേടിയിരിക്കുകയാണ്.
ചലഞ്ചേഴ്സ് എഫ്സിയുടെ മൂന്നാമത്തെ കിക്ക് ഗോൾ പോസ്റ്റിലേക്ക്. ടൊറോഡോ എഫ്സിയുടെ മൂന്നാമത്തെ കിക്ക്. ഗോകുൽ ടൊറോഡോ എഫ്സിക്ക് വേണ്ടി ഗോകുൽ ഗോൾ നേടിയിരിക്കുന്നു. 3-1. മത്സരം പുരോഗമിക്കുന്നു. 3-1. ചലഞ്ചേഴ്സ് എഫ്സിക്ക് ഇവിടെ നാലാമത്തെ കിക്ക്. ഗോൾ നേടിയിരിക്കുന്നു. ആദ്യ ടൊറോഡോ എഫ്സിയുടെ നാലാമത്തെ കിക്ക്. ഗോൾ നേടിയിരിക്കുന്നു. 4-2. ഈ മത്സരം ടൊറോഡോ എഫ്സി വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം ധ്രുവ വിട്ടുവഴിയും ഇളമാട് എഫ് സി ബിയും തമ്മിലാണ്. ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇളമാട് എഫ് സിയും ധ്രുവ വിട്ടുവഴിയും തമ്മിലുള്ള മത്സരമാണ് അടുത്തത്. ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഈ പെനാൽറ്റി പോയിന്റിലേക്ക് എത്തിച്ചേരുക. അടുത്ത മത്സരത്തിൽ CPIM പുത്തൻവിള ബ്രാഞ്ചും CPIM വേലമുഖ ബ്രാഞ്ചും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇരു ടീമുകളും തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. നാലാം മത്സരത്തിൽ CPIM പുത്തൻവിള ബ്രാഞ്ചും CPIM വേലമുഖ ബ്രാഞ്ചും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇരു ടീമുകളും തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. കാൽപന്ത് കളിയുടെ വർഷമായ സൗന്ദര്യം ചടയമംഗലം എന്ന കൊച്ചു ഗ്രാമത്തെ ഇന്ത്യൻ കായിക ഭൂപടത്തിന്റെ നെറുകയിലേക്ക് അനയിച്ച K. അജികൻ എന്ന ഫുട്ബോൾ ഇതിഹാസം നിരവധി ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിനെ സംഭാവന ചെയ്ത ചടയമംഗലത്തിന്റെ ഈ മണ്ണിൽ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി CPM ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഊർജ്ജമായ പെനാൽറ്റി ഷൂട്ടൗട്ട് നടക്കുകയാണ്. അടുത്ത മത്സരത്തിലേക്ക് ആദ്യ കിക്ക് ഗോൾ നേടിയിരിക്കുന്നു. ഇളമാട് എഫ് സിയുടെ ആദ്യ കിക്കും ഗോളായിരിക്കുകയാണ്. 1-1. ധ്രുവ വിട്ടുവഴിയുടെ രണ്ടാമത്തെ കിക്ക്. ധ്രുവ വിട്ടുവഴിയുടെ രണ്ടാമത്തെ കിക്ക്. പോസ്റ്റിലേക്ക് കിക്ക് ഗോളായിരിക്കുകയാണ്. 2-1. ഇളമാട് എഫ് സി ബിയുടെ രണ്ടാമത്തെ കിക്ക്. രണ്ടാമത്തെ കിക്കും ഗോളായിരിക്കുന്നു. ആദ്യ രണ്ട് കിക്കുകൾ നേടിയപ്പോൾ ഇരു ടീമുകൾക്കും ഈ രണ്ട് ഗോളുകളും നേടിയിരിക്കുകയാണ്. 2-2. ധ്രുവയുടെ മൂന്നാമത്തെ കിക്ക് ഗോൾ നേടിയിരിക്കുകയാണ്. ആദ്യ 3 കിക്കുകളും ഗോൾ പോസ്റ്റിലേക്ക്. ഇളമാട് എഫ് സിയുടെ മൂന്നാമത്തെ കിക്ക്. അടുത്ത മത്സരത്തിലുള്ള ടീമുകൾ തയ്യാറെടുക്കേണ്ടതാണ്. ഗോൾ നേടിയിരിക്കുന്നു. 3-3. ധ്രുവയുടെ നാലാമത്തേക്ക്. ഗോൾ പോസ്റ്റിലേക്ക്. ആദ്യ 4 ഗോളുകളും ഗോളാക്കി മാറ്റിക്കൊണ്ട ഇളമാട് എഫ് സിയുടെ അവസാനത്തെ കിക്ക് 5-5. 4-4. സേവ് എടുത്താൽ ആയത്തിനടിച്ച ബാക്കി ഗോളിയുടെ ഒന്നാം പോസ്റ്റിലേക്ക്. 5-4.
അടുത്തത് സെക്കൻഡത്താണ്. ഇരു ടീമുകൾക്കും ഓരോ ഷോട്ടുകൾ ലഭിക്കുന്നു. ഇളമാട് എഫ്സിയിലേക്ക് അത് ഗോളായിരിക്കുകയാണ്. സെക്കൻഡത്തിൽ ഇരു ടീമുകളും 1-1. ഇളമാട് എഫ് സി ഗോൾ. ഇളമാട് എഫ് സി ഗോൾ നേടിയിരിക്കുകയാണ്. ഗോൾ 7-7. അടുത്ത കിക്കും ഗോളായിരിക്കുന്നു. ഇളമാട് എഫ് സി ഗോൾ. ധ്രുവ വിട്ടുവഴി. സേവ് ചെയ്തിരിക്കുകയാണ്. ഇളമാട് എഫ് സി വിജയിച്ചിരിക്കുന്നു. അടുത്ത മത്സരം CPIM പുത്തൻകുള ബ്രാഞ്ച് കമ്മിറ്റിയും CPIM വേലമുക്ക് ബ്രാഞ്ച് ടീമും തമ്മിലാണ്. ഇരു ടീമുകളും തയ്യാറെടുക്കേണ്ടതാണ്. അടുത്ത മത്സരം CPIM പുത്തൻകുള ബ്രാഞ്ച് കമ്മിറ്റിയും CPIM വേലമുക്ക് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ടീമുകളും തമ്മിലാണ്. ഈ മത്സരത്തിന് ശേഷം മാടന്തറ എഫ് സിയും CPIM പൂങ്കോടുള്ള ബ്രാഞ്ച് കമ്മിറ്റിയും ടീമും തമ്മിലുള്ള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ തിളമാട് ചേച്ചി, ഇതിനകത്ത് മൊറാടോ ചേച്ചി, ഇതിനകത്ത് തിളമാട് CPIM പുത്തൻകുള ബ്രാഞ്ച് കമ്മിറ്റിയും CPIM വേലമുക്ക് ബ്രാഞ്ച് കമ്മിറ്റിയും തമ്മിലാണ്. നമുക്കൊരു എതിര് വന്നു. വേലമുക്കിന്റെ ആദ്യ കിക്ക്. വേലമുക്ക് കമ്മിറ്റിയുടെ ടീമിന്റെ ആദ്യ കിക്ക്. വേലമുക്കിന്റെ ആദ്യ കിക്ക് ഗോൾ പോസ്റ്റിലേക്ക്. പുത്തൻകുളയ്ക്ക് വേണ്ടി ആദ്യ കിക്ക് എടുക്കുന്നു. പുത്തൻകുളയുടെ ആദ്യ കിക്ക് പുറത്തേക്ക്. ആദ്യ കിക്ക് പുറത്തേക്ക്. 1-0. വേലമുക്കിന് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കുന്നു. രണ്ടാമത്തെ കിക്കും ഗോൾ പോസ്റ്റിലേക്ക്. ആദ്യ രണ്ട് കിക്കുകളും പോസ്റ്റിലേക്ക്. പുത്തൻകുളയുടെ രണ്ടാമത്തെ കിക്ക്.
പുത്തമ്പുരയുടെ പുന്നോമന പുത്രനവാസ് സാദിയ കിക്ക് ഗോൾ പോസ്റ്റിലേക്ക്. ആദ്യ 3 മിനിറ്റുള്ള പോസ്റ്റിലേക്ക്. ഗോൾ 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 ചെയ്തിരിക്കുകയാണ്. കുത്തപ്പിള്ള ബ്രാഞ്ച് സെക്രട്ടറിയാണ് അഭിവാദിച്ചിരിക്കുന്നത്. വേലമുക്കിന്റെ ഷോട്ട്. Gol. പുറത്തേക്ക് നാലാമത്തെ മത്സരം വേലമുക്ക് വിജയിച്ചിരിക്കുകയാണ്. കുത്തമ്പുഴയെ പരാജയപ്പെടുത്തി അടുത്ത മത്സരം ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ടീമും CPM പൂക്കോട് ബ്രാഞ്ച് കമ്മിറ്റി തമ്മിലുള്ള മത്സരമാണ്. അഞ്ചാമത്തെ മത്സരം ഡിവൈഎഫ്ഐ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ ടീമും CPM പൂക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ടീമും തമ്മിലുള്ള മത്സരമാണ്. ടോസ് ഇടുന്ന ഇരു ടീമുകളും പെനാൽറ്റി പോയിന്റിലേക്ക് എത്തിച്ചേരുക. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യ കിക്ക് എടുക്കുന്നു അഭിജിത്ത്. ആദ്യ കിക്ക് പുറത്തേക്ക്. അഭിജിത്തിന്റെ ആദ്യ കിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. പൂക്കോട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ഗോളടിച്ചിരിക്കുന്നു. മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കുന്നു അനന്തു. പൂക്കോട് ബ്രാഞ്ചിന് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കുന്നു. ആ കിക്ക് ഗോൾ പോസ്റ്റിലേക്ക്. 2-0 മേഖലാ കമ്മിറ്റി ടീമിന് വേണ്ടി മനോഹരമായ പുറത്തേക്ക് പോയിരിക്കുന്നു. പൂക്കോട് ബ്രാഞ്ചിന് വേണ്ടി മൂന്നാമത്തെ കിക്ക് അൻവർ. മത്സരം
മേഖലാ കമ്മിറ്റി ടീമിനെ പരാജയപ്പെടുത്തി CPM പൂക്കോട് ബ്രാഞ്ച് വിജയിച്ചിരിക്കുന്നു. പോരാട്ടത്തിന്റെ ചുവന്ന ഭൂമിയിൽ പുതിയൊരു സൂര്യോദയത്തിനായി നെഞ്ചിലെ ചുവരോടുകൊണ്ട് പൊരുതി പോർക്കളങ്ങളിൽ വീരശ്രമം പ്രാപിച്ച ധീരരായ രക്തസാക്ഷികളുടെ തുടിക്കുന്ന പാവന സ്മരണയ്ക്ക് മുന്നിൽ CPIM നാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന ഭാഗമായി സമ്മേളനം CPIM ഉദ്ദേശിക്കുന്നതാണ്. ചടയമംഗലം പഞ്ചായത്ത് മാർച്ച് കമ്മിറ്റി 9 വരെ സംഘടിപ്പിച്ച അടുത്ത മത്സരം ഫ്ലഡ് ഇളമാട് FC ടീം മാടുന്നള ലൈറ്റ് FC ടീം തമ്മിലാണ്. ഇരു ടീമുകളും പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ അടുത്ത മത്സരം തത്സമയ ഇളമാട് സംരക്ഷണം FC ടീമും മാടുന്നള FC തമ്മിലുള്ള അവസാനിക്കുകയാണ്. ഏവർക്കും ഒരു ശുഭരാത്രി.